ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റന്റ് പാൻ കാർഡിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് പാൻ കാർഡ് മീൻസ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റന്റ് പാൻ കാർഡ് എങ്ങനെ അപേക്ഷ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗജന്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണിത്. അതിനായിട്ട് നമ്മളിവിടെ ഇൻസ്റ്റന്റ് ഇ പാൻ കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ബോക്സ് ആണ് കാണാൻ സാധിക്കും. ഒന്ന് ഗെറ്റ് ന്യൂ പാന്, ഒന്ന് ഡൗൺലോഡ് പാന്. അതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുന്ന ആളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, മൊബൈൽ നമ്പർ ലിങ്കായ ആളുകൾക്ക് മാത്രമേ ഈ ഒരു രീതിയിലുള്ള ഇൻസ്റ്റന്റ് പാൻ കാർഡ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷമായി കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്ന് കൺസെന്റ് ബോക്സ് ടിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആധാറിന്റെ ഭാഗത്ത് നിന്നും ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. വന്നിരിക്കുന്ന OTP രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആളുടെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കാണിക്കും. ഇപ്പോൾ ഒരു മൈനർ കേസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ഭാഗത്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ഒരു പാൻ കാർഡിന്റെ അപേക്ഷ നമ്മൾ സമർപ്പിച്ച് കഴിയും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്, വീണ്ടും ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഇ പാൻ കാർഡ് എന്നുള്ള സെക്ഷനിലോട്ട് വന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂ ഭാഗം കൊടുത്ത് OTP കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. OTP വാലിഡേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റന്റ് പാൻ കാർഡിന് അപേക്ഷ കൊടുക്കുന്നത്. വേറെ പേയ്മെന്റോ കാര്യങ്ങളോ നമ്മളൊന്നും ചെയ്യാനില്ല. മാക്സിമം ഒരു 15 മിനിറ്റിനകം തന്നെ നമുക്ക് പാൻ കാർഡ് ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്.